കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ്. ഒടുവിൽ രാജ്യത്തെ പരമോന്നത കോടതിക്ക് വീണ്ടും അതിശക്തമായി പ്രതികരിക്കേണ്ടിയും വന്നു. ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങളിൽ മണിക്കൂറുകളോളം നരകിച്ചവർക്കറിയാം ഈ ദുരിതം എത്രത്തോളമെന്ന്. അധികൃതരുടെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്കും അനാസ്ഥയ്ക്കും നാം എന്തിനാണ് ബലിയാടാകുന്നത്? ഇത്രയേറെ ദുരിതം തരുന്ന ഈ ഗതാഗതക്കുരുക്കിന് എന്തുകൊണ്ട് പരിഹാരം കാണുന്നില്ല? ഇന്നും സമാനമായിരുന്നു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്ക്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയും യാത്രക്കാരെ വലച്ചു. നമുക്ക് ആ വഴിയിലേക്കൊന്നിറങ്ങാം. ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പം എത്തുകയാണ്. ഗുഡ് ഈവനിംഗ് ജെയ്സൺ ചാവളപ്പിൽ. വഴിയിലെ കുരുക്ക് ഒരു കാലത്തും അഴിയാൻ പോകുന്നില്ല എന്ന് നമ്മളെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണോ? മനുഷ്യനെ എത്ര കാലം ഇങ്ങനെ വലയ്ക്കാനാണ് ഇതൊക്കെ നോക്കേണ്ട ആളുകളുടെ തീരുമാനം? സുജിയ, ഗുഡ് ഈവനിങ്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് പോലും ഈ ദേശീയപാതയുടെ ദുരവസ്ഥ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതിലൂടെ യാത്ര ചെയ്യുന്നവരുടെ ദുരവസ്ഥ ബോധ്യപ്പെട്ടിരിക്കുന്നു. കടുത്ത ഭാഷയിൽ വിമർശിക്കേണ്ടി വരുന്നു. അത്തരത്തിൽ വലിയ സാമൂഹ്യ വിഷയമായി മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് മാറിയിരിക്കുന്നു. 12 മണിക്കൂറിലധികം നേരം ഈ കുരുക്കിൽപ്പെട്ട് എത്രയോ മനുഷ്യരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞിട്ടുണ്ടാകും, എത്രയോ ദുരിതം അവർ അനുഭവിച്ചിട്ടുണ്ടാകും. അത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ഉത്തരവ് എന്ന് മാത്രം ഞാൻ നിൽക്കുന്നത് ഏറ്റവും അപകടം പിടിച്ച സ്ഥലത്തിലൊന്നായ മുരിങ്ങൂരാണ്. ഇപ്പോൾ പതുക്കെ വാഹനങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മഴയില്ല. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ആ വിദ്യാലയങ്ങൾക്ക് അവധിയും മഴയില്ലാത്തതും മാത്രമാണ് ഇത്തരത്തിലൊരു കുറച്ചെങ്കിലും വാഹനം മൂവ് ചെയ്യുന്ന ഇടയാക്കുന്നതിന് കാരണമാക്കിയത്. ഇപ്പോൾ നമ്മോടൊപ്പം കൊരട്ടി പഞ്ചായത്തിലെ പ്രതിനിധികൾ, ഭരണസമിതി അംഗങ്ങൾ ഇന്ന് NHA ദേശീയപാത അതോറിറ്റിയുടെ പാലക്കാട്ടത്തെ ഓഫീസിൽ പോയിരുന്നു. ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അവിടെ നിന്നുള്ള മറുപടി എന്താണ് നമുക്ക് ചോദിക്കാം. എന്താ അവിടെ പോയിട്ട് നിങ്ങളോട് ചെയ്തത്? ഇന്ന് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കൊരട്ടി, കാടുകുറ്റി, മേലൂരിലെ LDFിലെ എല്ലാ ജനപ്രതിനിധികളും രാവിലെ 11 മണി തൊട്ട് 1:30 വരെ പ്രൊജക്ട് ഡയറക്ടർ പാലക്കാട് ഓഫീസ് ഉപരോധിക്കുകയാണ് ചെയ്തത്. ആ ഉപരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് സമയവും വാഗ്ദാനങ്ങൾ മാത്രം നൽകുകയും പിന്നീട് അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപരോധത്തിന് ശേഷം പോലീസ് അധികാരികൾ കൂടി ചേർന്ന യോഗത്തിനകത്ത് നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് 21-ാം തീയതിക്കുള്ളിൽ 2 ദിവസത്തെ മഴയുടെ ഒഴിവ് വന്നാൽ നിശ്ചയമായും ഈ റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തനം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാഗ്ദാനം 21-നുള്ളിൽ പൂർത്തീകരിച്ചില്ല എങ്കിൽ നിശ്ചയമായും CPMന്റെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരുടെ വീടുകൾ തൃശ്ശൂർ ജില്ലയിലാണ്. പ്രൊജക്ട് ഡയറക്ടർ PD-യുടെ അനീസിൻ്റെ വീടെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ വീടടക്കം നാഷണൽ ഹൈവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകൾ ഉപരോധിക്കുന്നതടക്കമുള്ള സമരപരിപാടികൾ നിശ്ചയമായും അവർക്ക് തെരുവിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് നാട്ടുകാരും ജനപ്രതിനിധികളും പോകും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്ന് സമരത്തിലൂടെ നൽകിയിട്ടുള്ളത്. ഈ ജനപ്രതിനിധികളൊക്കെ വലിയ നിസ്സഹായരാവുന്ന സ്ഥിതിയല്ല ഇപ്പോൾ ഉണ്ടായത്. അതെ, വാർഡ് മെമ്പർ എന്ന രീതിയിൽ നമുക്ക് ഞങ്ങളുടെ ചെറിയ ഗ്രാമീണ റോഡുകളിൽ കൂടെയാണ് ഈ വണ്ടി ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോയ റോഡുകൾ ഭയങ്കര മോശം അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ പിള്ളേർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ റോഡുകളായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ജനപ്രതിനിധി ഞങ്ങളുടെ കുറ്റമായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ഇതിപ്പോൾ എത്ര നാളെ ഈ പ്രശ്നം തുടങ്ങി? 1.5 വർഷത്തോളം കാലമായി നമ്മളുടെ ഈ പരിപാടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് നമ്മൾക്ക് ഇതുവരെയും അത് പൂർത്തീകരിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത എല്ലാ റോഡുകളും തന്നെ മോശമായി കിടക്കും. ഈ വഴി ഡൈവേർട്ട് ചെയ്ത് വിടുമ്പോൾ എല്ലാം മറ്റു ഇടവഴികളൊക്കെ തകർന്ന അവസ്ഥ. അതെ, ഉൾറോഡുകളെല്ലാം തകർന്ന അവസ്ഥയാണ്. അത് മാത്രമല്ല സർവീസ് റോഡുകൾ ഒന്നും പൂർണ്ണ സ്ഥിതിയിലായിട്ടില്ല. അവരോട് ആരംഭത്തിൽ തന്നെ പറഞ്ഞിരുന്നത് സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം NHന്റെ പണി തുടങ്ങാനാണ്. പക്ഷെ അത് പൂർത്തീകരിക്കാത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടുകാരോട് മറുപടി പറയേണ്ട അവസ്ഥയല്ലേ? അതെ, ചേരങ്കര മുതൽ ചാലക്കുടി വരെ പോകുന്ന ജനങ്ങൾ മുഴുവൻ ജനപ്രതിനിധികളെ ശപിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ NHA തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ഓടകളുടെ നീരൊഴുക്കുകൾ, വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നും പഠിക്കാതെ തന്നെ അവർ തോന്നിയമാതിരി പൊളിച്ചിട്ടിട്ടുള്ളൂ. പണിയാനുള്ള ഒരു തീരുമാനങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ട്. ഏത് സമയത്ത് സാധാരണ കൂടുതൽ ബ്ലോക്ക് വരുന്നത്? സാധാരണ പീക്ക് ഡേയ്സുകൾ, വെള്ളിയാഴ്ച അതുമാതിരി തിങ്കളാഴ്ച രാവിലെ. അത് മഴയുണ്ടെങ്കിൽ ഇവിടെ റോഡുകളുടെ കുഴി അനുഭവപ്പെടുന്നതിലാണ് ഏറ്റവും വലിയ വിഷയങ്ങൾ. അതായത് കേവലം 200 മീറ്റർ ടാറ് ചെയ്യാൻ ഒരു 10 ലക്ഷം രൂപ ചിലവായെന്നിരിക്കെ ലക്ഷങ്ങൾ ചിലവാക്കി ജനങ്ങളെ ബ്ലോക്കിലാക്കി ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. MP MLA ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ സമരമായി ബന്ധപ്പെട്ട് പോയാലും പുല്ലുവിലയാണ് ഇത് ചെയ്യുന്നത്. മുഴുവൻ ഗ്രാമീണ റോഡുകളും നശിപ്പിച്ചു. അത് ആരും മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലും നമുക്ക് അറിയാത്ത അവസ്ഥ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വാഹനം വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. അവിടെ തീർച്ചയായും ശോചനീയവും ദാരുണമായ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ കാണുന്നത് ആ ലോറി മറിഞ്ഞ ദിവസം ഒരു ഗൾഫിൽ പോകുന്ന യാത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ ലഗേജുമായി ചെളിവെള്ളത്തിലൂടെ ഓടിപ്പോകുന്ന കാഴ്ച. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു കണക്കിന് അവിടെ എത്തിച്ച ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിവിട്ട് അയാളുടെ ജീവിതമാണ് അവിടെ. അതുപോലെ രോഗികളെ ആംബുലൻസിൽ
ആംബുലൻസിനകത്ത് രോഗികൾ അന്ത്യശ്വാസം പിടിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്ന വയസ്സായ ആളുകളൊക്കെ ആ സൗണ്ടും ബ്ലോക്കേഡ് എന്ത് നാട്ടുകാർ ശ്രമിച്ചാലും വണ്ടി കയറ്റിടാൻ പറ്റുന്നത് വലിയ വലിയ കുഴികളാണ്. കുഴിയിലേക്ക് വണ്ടി ഇറങ്ങി പോകുന്ന മറയുന്ന അവസ്ഥകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സുജയ, ഒരു വളരെ വലിയ മനുഷ്യൻ്റെ വലിയ മോഹങ്ങളും പ്രതീക്ഷകളും അതുപോലെ തന്നെ രോഗങ്ങളും ഇതെല്ലാം ഈ വഴി കടന്ന് പോകുന്ന യാത്രക്കാരുണ്ട്. പക്ഷേ മണിക്കൂറുകളോളം ഈ ബ്ലോക്കിൽ കിടന്നുകൊണ്ട് ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടില്ല, ഓട്ടോറിക്ഷയിൽ ഒരു ഗൾഫിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ഇല്ലാത്ത വൈകുമെന്നുള്ളതുകൊണ്ട് ചെളിവെള്ളത്തിലൂടെ ഓടി ഓട്ടോറിക്ഷ പിടിച്ച് പോകുന്ന സ്ഥിതി, അതുപോലെ തന്നെ രോഗം ബാധിച്ച് ഈ ആംബുലൻസ് കൊണ്ടുപോകുന്നവർ കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ, ഏറ്റവും ദുർഘടം പിടിച്ച ഒരു വഴി എന്ന് നമുക്കിതിനെ പറയേണ്ടി വരും. നാം ദേശീയപാത അതോറിറ്റിയുടെ ആളുകളായിട്ട് സംസാരിച്ചു, അതോടൊപ്പം തന്നെ കരാറുകാരൊക്കെ ആയിട്ട് സംസാരിച്ചു. അവർ പറയുന്നത് മഴക്കാലം കഴിയാതെ ഒന്നും നടക്കില്ല എന്ന നിലപാടാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വലിയ ഇടപെടൽ വന്നിരിക്കുന്നത്. ഈ വഴിയുടെ ഓപ്പോസിറ്റ് ഭാഗത്തും ഇതന്നെയാണ് സ്ഥിതി. ഇപ്പോൾ ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് മഴ മാറി നിൽക്കുന്നു, അതോടൊപ്പം തന്നെ കുഴി ആളുകൾക്ക് കാണാമെന്നതാണ്. നേരത്തെ മഴ പെയ്താൽ കുഴി കാണാൻ കഴിയില്ല, കുഴിയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ വാഹനം കൂടുതൽ സാവധാനത്തിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ചില വാഹനങ്ങൾ കേടുവരുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ നാം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ ഒരു ബൈക്കുകാരൻ സ്കിഡ് ചെയ്ത് താഴേക്ക് വീണു. അപ്പോഴേക്കും ആളുകൾ വന്നെടുത്ത് രക്ഷപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. ഇത്തരത്തിൽ അതീവ ദുരിതമയമായ ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഈ 4 അടിപ്പാതകൾ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ 4 അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുകയാണ്. ഒന്ന് ആമ്പല്ലൂരിൽ, മറ്റൊന്ന് പേരാമ്പ്രയിൽ, ഒന്ന് മുരിങ്ങൂരിൽ, 4 ചിറങ്ങരയിൽ. ഈ 4 സ്ഥലത്തും ഏറ്റവും ദുഷ്കരമായ യാത്രയാണ്. അതോടൊപ്പം തന്നെ അതിലേറെ ഏറ്റവും അപകടകരമായ അതീവ ദുഷ്കരമായ യാത്ര എന്ന് പറയുന്നത് മുരിങ്ങൂരും ആമ്പല്ലൂരുമാണ്. വലിയ ഗർത്തങ്ങളാണ് സത്യത്തിൽ ഈ 2 ഭാഗത്തുമുള്ളത്. ഇതിലേക്ക് കയറി ഇറങ്ങി കടന്നു വരുന്ന വാഹനങ്ങൾ, എത്രയോ വാഹനങ്ങൾ കേടുവരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് അപകടങ്ങൾ സംഭവിക്കുന്നു, ആളുകൾക്ക് പരിക്ക് പറ്റുന്നു. വാഹനങ്ങൾ കേടുവരുന്നതോടുകൂടി മറ്റു വാഹനങ്ങളെല്ലാം തന്നെ കിലോമീറ്ററുകളോളം ബ്ലോക്കിൽപ്പെടുന്നു. മാറുകയാണ്. ഈ ദുരിതത്തിൽ നിന്ന് ആര് കരകയറ്റുമെന്നിങ്ങനെ നാട്ടുകാർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദുരിതത്തോട് ദുരിതം, അതാണ് വഴിയിലോട്ട് നോക്കിയാൽ കാണാൻ കഴിയുക.